എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയാൽ അതിന്റെ ഫ്യൂച്ചർ എന്താവും? എനിക്ക് ഡിപ്രഷൻ ആണെന്ന് കുട്ടികൾ അങ്ങനെ തിരിച്ചറിയും. അപ്പൊ എന്റെ ബോയ്ഫ്രണ്ടിനെ പുള്ളി എന്നെ ഹരാസ് ചെയ്യാണ്, എനിക്ക് പുള്ളി ഭയങ്കര ടോക്സിക് ആണെങ്കിൽ എനിക്ക് എങ്ങനെ, ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ സ്കൂളിലെ കൗൺസിലറിനോട് പറയും? ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡിപ്രഷനും വിഷമവും തമ്മിലുള്ള വ്യത്യാസം സ്വയം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാരും കോമൺ ആക്കി കളഞ്ഞു. ഇപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ വരുന്ന അതില് ഇതുപോലെ ഡിപ്രഷൻ വരുന്നവരും ഉണ്ട്. എന്നാ അവർക്ക് അല്ലാണ്ട് സങ്കടം വന്നാൽ അവർ ഡിപ്രഷൻ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ അത് കോമൺ ആയി. എല്ലാരും വിചാരിക്കും എനിക്ക് സാധാരണ വിഷമിച്ചിരിക്കുകയാണോ ഞാൻ, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യർക്കെല്ലാം വിഷമം ഓരോ ഇൻസിഡന്റിൽ നിന്ന് നമുക്ക് വിഷമം വരും. പക്ഷെ ആ വിഷമം നമുക്കിപ്പോ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുതലായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുവോ, അല്ലെങ്കിൽ ആ വിഷമം കൊണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ജോലികളിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഡിപ്രഷൻ എന്ന് ഞാൻ എവിടെയോ വായിച്ചില്ല. പക്ഷെ അതിന് തന്നെ വേറൊരു ഇതുണ്ട്, ലൈക്ക് എന്തോ പ്രൊഡക്റ്റീവ് ആയിട്ടും ഇരിക്കുമ്പോഴും വരുന്നൊരു അങ്ങനെ എന്തോ ഉണ്ട്. അതായത് നമ്മള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര എക്സ്ട്രീംലി പ്രൊഡക്റ്റീവ് ആയിരിക്കും, പക്ഷെ മൈൻഡ് ഭയങ്കര ഷട്ട് ഡൗൺ ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലര് ഫുഡ് നേരെ കഴിക്കത്തില്ല, ചിലര് ഒത്തിരി ഫുഡ് ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു തെറാപ്പി തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓരോരുത്തർക്ക് അവരവരുടെ അവസ്ഥ അറിയത്തുള്ളൂ. അത് പോയി ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂസ് ആക്കി കൈത്തരും. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും ഭയങ്കര നിസ്സാരമായിട്ട് എടുക്കുന്നത്. പല ഇൻസിഡന്റ് വരുമ്പോഴും പിള്ളേരല്ലേ, പിള്ളേർക്ക് എന്ത് തോന്നാനാ? കുട്ടികൾക്ക് അഭിമാനമുണ്ട്, കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള എല്ലാ വികാരങ്ങളും ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആർക്കും അറിയില്ല. അവർക്കപ്പോ ഡിപ്രഷൻ വന്ന എന്ത് ചെയ്യുന്നതാണ് അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രായം. ഡിസ്കഷൻ വീട്ടിലെ പ്രശ്നങ്ങള്, പേരൻസിന്റെ കുട്ടികൾ ശരിക്കും ആ സമയത്തെ കയറുന്നതാണ്. വലുതാവുമ്പോ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, എന്താ പ്രശ്നം വെച്ചാൽ ലൈക്ക് ഇപ്പോഴും ഒരു അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് തെറാപ്പി എടുക്കണമെങ്കിൽ അവരുടെ പേരൻസിന്റെ പെർമിഷൻ വേണം, ലിറ്ററലി പെർമിഷൻ വേണം, സൈൻ അവരുടെ വേണം. അപ്പൊ അങ്ങനെ വരുമ്പം പേരൻസ് ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്തൊരു ഹൗസ് ഹോൾഡ് ഉണ്ടാവും. അപ്പം ഇഫ് അവർക്ക് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അവരുടെ പേരൻസ് അതിനെ സപ്പോർട്ട് ചെയ്താലേ അത് നടക്കുള്ളൂ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് മാറ്റുക എന്നുള്ളതാണ്. കാരണം ലൈക്ക് അല്ലെങ്കിൽ ഒരു 18+ ആയിട്ട് ആരുടെയെങ്കിലും ഒരു സൈൻ ആണെങ്കിൽ ഓക്കെ, പിന്നെയും ഫൈൻ. പക്ഷെ പേരൻസിന്റെ ഒരു സൈൻ വേണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് എല്ലാ ലോജിക്കലായിട്ട് നല്ലതല്ല. അവര് കാരണമായിരിക്കും ഇവർക്ക് വരുന്നത് തന്നെ. മാത്രമല്ല പേരൻസ് ഉടനെ ചിന്തിക്കുമോ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയാൽ അതിന്റെ ഫ്യൂച്ചർ എന്താവും? അതെ, 18 വയസ്സിന് താഴെയുള്ള കൊച്ചിനൊന്നും തെറാപ്പിയുടെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി സൊസൈറ്റിയെ പേടിച്ചിട്ടുള്ള ഒരു ഓട്ടമാണ്. ഈ മരുന്ന് എടുക്കണമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ മരുന്ന് എടുക്കുന്ന അവസ്ഥയിലോട്ട് ആവുന്നതിന് മുന്നേ ഈ തെറാപ്പി എടുക്കുക എന്നുള്ളതാണ് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് കുഞ്ഞുങ്ങളെന്നല്ല, എല്ലാരും. കുഞ്ഞുങ്ങൾക്ക് തീരെ മരുന്നിന്റെ ആ ഒരു അവസ്ഥയിൽ എത്താതിരിക്കട്ടെ, അതിനു മുന്നേയും കുട്ടികളെ പാരന്റ്സ് ആദ്യം ശ്രദ്ധിക്കണം. അവിടെ നിന്ന് വേണം, എന്നാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആർക്കും പുറത്തുനിന്ന് എന്തായാലും കുട്ടികളുടെ കാര്യം ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കുട്ടികളെല്ലാം ഈ വക കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. എനിക്ക് ഡിപ്രഷൻ ആണെന്ന് കുട്ടികൾ അങ്ങനെ തിരിച്ചറിയും. അപ്പൊ പാരന്റ്സ് അവരുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, എന്തൊരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അതിനുള്ള ടൈം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം അവരെ സ്കൂളിൽ അയക്കുന്നത് ഇപ്പൊ സ്കൂളിൽ നിന്നും ഉണ്ട്, സ്കൂളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ അയക്കുന്നത് പാഠപുസ്തകം പഠിപ്പിക്കാനല്ല, അവിടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അവരെ നല്ലൊരു പൗരന്മാരാക്കി മാറ്റാന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് പാഠപുസ്തകം പഠിപ്പിച്ച് വിടുവാണെങ്കിൽ അവർ ഏത് ചുറ്റുപാടിലാണ് പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയില്ല. എനിക്ക് പക്ഷെ തോന്നുന്നില്ല സ്കൂളിലെ കൗൺസിലിംഗ് ഒക്കെ ഭയങ്കര സ്കൂളിലെ കൗൺസിലിംഗിന്റെ കാര്യമല്ല, എഫക്റ്റീവിന്റെ കാര്യം മാത്രമല്ല. വൈ വുഡ് ഐ ഓപ്പൺ? ഇപ്പൊ എനിക്കിപ്പം ഞാൻ പറഞ്ഞുതരാം, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക്. അപ്പൊ എന്റെ ബോയ് ഫ്രണ്ടിനെ പുള്ളി എന്നെ ഹരാസ് ചെയ്യാണ്, പുള്ളി ഭയങ്കര ടോക്സിക് ആണെങ്കിൽ എനിക്ക് എങ്ങനെ, ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ സ്കൂളിലെ കൗൺസിലറിനോട് പറയും എന്റെ ബോയ് ടെൻഷന്റെ കാര്യമാവും? അതെ, അത് വേറെ ടെൻഷനാവും. അതൊന്നും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സ്കൂളിലെ ചുറ്റുപാട് അതിനനുസരിച്ച് ഫ്രണ്ട്ലി ആവുക എന്നുള്ളതാണ്. നമുക്ക് സ്കൂൾ ഈ പറഞ്ഞെനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഫ്രണ്ട്ലി ആവുക, അപ്പം കുട്ടികൾ മെന്റലി ഓക്കെ ആയിട്ടിരിക്കും. അതിനാണല്ലോ നമ്മൾ സ്കൂളിൽ അയക്കുന്നത്. അപ്പൊ പാരന്റ്സിന് എപ്പോഴും കൂടെ നടക്കാൻ പറ്റില്ല എന്തായാലും. കാരണം 2 പേരും ജോലിക്ക് പോകുന്നൊരു കാലഘട്ടം, കുട്ടികളെ കൂടെ നിൽക്കാൻ എന്തായാലും അവർക്ക് എപ്പോഴും പറ്റത്തില്ല. അപ്പൊ നമ്മൾ നല്ല പോലെ വളരാനാണ് സ്കൂളിലാക്കുന്നത്. അപ്പൊ സ്കൂളിന്റെ ചുറ്റുപാട് അടിപൊളി ആകുമ്പോൾ പിള്ളേരുടെ മെന്റൽ ഹെൽത്ത് അത്യാവശ്യം ശരിയാവും. അതിനപ്പുറം എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവര് അതിന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചുറ്റുപാടിലാണ് പോകുന്നത്, ആരൊക്കെയാണ് കൂട്ടുകെട്ട്, അതൊക്കെ അറിയണം.
ഇങ്ങനെ ബ്ലഡ് ചെക്ക് ഒക്കെ നടത്തൂല ഇങ്ങനെ മറ്റേ മന്ത്ലി അല്ല 6 months കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ സ്കൂൾ എനിക്ക് തരാറുണ്ട് സ്കൂളിൽ ബ്ലഡ് ചെക്ക്, പിന്നെ എന്തെങ്കിലും അസുഖം അങ്ങനത്തെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫ്രീ കാരണം കുറെ പേരും ഇങ്ങനെ മെന്റൽ ഹെൽത്ത് ഇപ്പൊ തെറാപ്പി ആണെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പം ചിലര് ഒരു 2000 ഒക്കെ ആവും ഒരു സിറ്റിംഗിൽ തീരത്തുമില്ല. അപ്പം ഒരു സിറ്റിംഗിൽ തീരില്ല. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണെങ്കിലും ഒരു ഫ്രീ മെന്റൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോ ചിലപ്പം നമുക്ക് ജോലി സ്ഥലത്തെ ടെൻഷൻ അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് മോശമാവുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്തവരുണ്ട്. പേഴ്സണൽ ലൈഫില് ഇഷ്യൂസ് അതായത് ഓരോ കുട്ടികളാണെങ്കിൽ സ്കൂളിലെ ടെൻഷൻ, ഈ പറഞ്ഞ സ്കൂളിൽ നിന്നുള്ള പ്രഷറുണ്ട്, വീട്ടിൽ നിന്നുള്ള പ്രഷറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഏരിയയിലും ഈ സാധനം ഉണ്ട്. ചിലപ്പോ കൂട്ടുകാരിൽ നിന്നുള്ള ട്രോമ ഉണ്ടാവാം. നല്ല കൂട്ടുകാരെ പോലെ തന്നെ ട്രോമ കൊടുക്കുന്ന ആളുകളും ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ഷോക്കാവും. അതായിരിക്കും പിന്നെ അങ്ങോട്ട് ഇവരെ നയിക്കുന്ന ഒരു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ഓരോ സ്റ്റേജിലും മെന്റലി ഓരോ രീതിയിൽ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ വന്ന് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ അതിനെ നിസ്സാരമായി കാണാതിരിക്കാന്നുള്ളത് ആരാണെങ്കിലും. ചിലപ്പോ നമുക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയാൽ ഇത് ഡിസ്കസ് ചെയ്ത് ഏറ്റവും ദേഷ്യം വരുന്നത് നമ്മളെന്തേലും ഓപ്പൺ അപ്പ് ആവുമ്പോഴത്തേക്ക് നമ്മളിപ്പം നമ്മുടെ സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ഇത് എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാലോ, ഇത് ഞാൻ പറയുമ്പോ എന്നാ ഇതൊക്കെ കഴിഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു രീതിക്ക് നോർമലൈസ് ചെയ്യും. നമുക്ക് പറയാൻ വന്ന് നമ്മുടെ മൂഡോ സിമ്പതിക്ക് വേണ്ടിയാണെന്നും ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ലൈക്ക് എനിക്കിപ്പോ എന്തെങ്കിലും എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എനിക്കത് ഒരാളോട് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എനിക്ക് തോന്നും ഞാൻ അറ്റൻഷൻ സീക്ക് ചെയ്യുവാണ്, എനിക്കല്ല തോന്നും ഞാൻ എന്തിനാ ഇതൊക്കെ പറയണേ, എനിക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് വട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സ്, എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു, എല്ലാത്തിനും വിളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ എന്റെ പ്രോബ്ലംസ് പറഞ്ഞു തുടങ്ങി. എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു തുടങ്ങി. ഞാൻ ഡിപ്രഷനിലോട്ട് പോകണോ അല്ല എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ ഇവർക്ക് മടുപ്പായി തുടങ്ങി. ഡെയിലി കേൾക്കുമ്പോ പ്രശ്നമായി തുടങ്ങി. പിന്നെ ഇവര് എന്താ ഇത്ര പ്രശ്നം, നിനക്ക് എന്താ ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി തന്നെ. പിന്നെ വിളിയില്ലാണ്ടായി, മെസ്സേജ് ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ നിർത്തി. പിന്നെ ഞാൻ ആരോട് പറഞ്ഞൊരു സംഭവമാണത്. നമ്മളിതൊക്കെ പോയി പറയണത് നമ്മുടെ ഒരു കംഫർട്ട് സോണിലായിരിക്കും. തിരിച്ചവരെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് ഓർക്കുമ്പോ നമ്മള് പിന്നെ പറയില്ല. അത് ഇപ്പൊ ആരോടും പറയാറില്ല സത്യം പറയാം. പക്ഷെ അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും, അതായത് നമുക്ക് എല്ലാ മനുഷ്യർക്കും ശരിക്കും മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പനി വരുന്ന പോലെ തന്നെ അല്ലേ, മനുഷ്യർക്ക് പനി വരാതിരിക്കാൻ ആരുമില്ല. അതേപോലെ എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മനുഷ്യരല്ലേ? അപ്പൊ അത് ഒന്നെങ്കിലും അത് മര്യാദക്ക് ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പൊ എന്റെ അനുഭവം പറയാനാണെങ്കിൽ എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരു കോളേജ് ടൈം ഒക്കെ പറയുകയാണെങ്കിൽ, പക്ഷെ ഈ പറഞ്ഞ എല്ലാവരും അല്ല. ഇപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു സർക്കിൾ പറഞ്ഞാൽ 5 പേരുണ്ടെങ്കിൽ 3 പേര് ഈ പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ അവർ അതിനെ വളരെ ലൈറ്റ് ആയിട്ട് കാണുമോ, അല്ലെങ്കിൽ അവർക്ക് വലിയ നമുക്ക് തന്നെ തോന്നും. പക്ഷെ ഒരാളുണ്ടാവും, എനിക്കങ്ങനെ ഉണ്ടായിരുന്നു വളരെ അടുത്ത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാം. നമുക്ക് അങ്ങനത്തെ, അതുകൊണ്ട് എനിക്കതൊരു പരിധി വരെ എനിക്ക് അതൊരു ഹെൽപ്ഫുൾ കാര്യമാണ്. പക്ഷെ അതിനുശേഷം ഇപ്പൊ നമ്മളെല്ലാം പല വഴിക്ക് പോകും ലൈഫില്. അപ്പൊ നമുക്കൊക്കെ പിന്നെ വരുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഉള്ളിലൊതുക്കുമ്പോ കുറച്ചെന്താ പറയുക, ഭയങ്കര നമ്മൾ എന്താ പറയുന്നത്, ഒരു എക്സോസ്റ്റഡ് അവസ്ഥയിലെത്തും. അപ്പം അത് ഞാൻ പറഞ്ഞു, എനിക്ക് അതായത് നല്ലതായിട്ട് കേൾക്കാൻ ഒരാളുള്ളപ്പോഴത്തെ ഒരു വൈബും എനിക്കറിയാം. പിന്നെ നമ്മളെല്ലാം ലൈഫിൽ ബിസി ആയി നമ്മളെല്ലാം ഉള്ളിൽ ഒതുക്കുമ്പോഴത്തെ ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ അറിയാം. അപ്പൊ ലൈഫിൽ ഒന്നെങ്കിൽ അങ്ങനെ മര്യാദയ്ക്ക് ഷെയർ ചെയ്യാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ നേരെ പോയി ഒരു തെറാപ്പി, അതിനുള്ള ആൾക്കാരുണ്ടല്ലോ, ഇത് പഠിച്ചിരിക്കുന്നവരുണ്ടല്ലോ. അപ്പം സമൂഹത്തിനെ പേടിക്കാതെ പോയി മര്യാദയ്ക്ക് തെറാപ്പി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു പ്രശ്നം വന്നാൽ ഇവര് പറയും അല്ലെങ്കിൽ എന്തായാലും ഇവര് ജഡ്ജ് ചെയ്യും. അവൾക്ക് വട്ടാണെന്നോ അവൾക്ക് ഭ്രാന്താണെന്നോ അല്ലെ അഹങ്കാരമാണെന്നോ ഏതെങ്കിലും രീതി നമ്മളെ ജഡ്ജ് ചെയ്യും. മൈൻഡ് ചെയ്യാതിരിക്കാന്നുള്ളതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുക. പനി വന്നാൽ നമ്മൾ ഡോക്ടറെ കാണത്തില്ലേ? പണ്ടാരോ പറഞ്ഞതുപോലെ ഈ റൂം ഭയങ്കരമായിട്ട് ഡസ്റ്റ് കയറുമ്പോഴത്തേക്കും നമ്മളെ തൂത്ത് വൃത്തിയാക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ
ഐ ഡോണ്ട് നോ സത്യം ലൈക്ക് ഫാക്റ്റ് ആണോ അല്ലേന്ന് അറിയില്ല. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഗേൾസിന് ഇച്ചിരി കൂടി സിമ്പിൾ ആണെന്ന് ഇങ്ങനെ മെന്റൽ ഹെൽത്ത് അറ്റ്ലീസ്റ്റ് മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ ഇച്ചിരി കൂടി സിംപ്ലർ ആയിട്ട് തോന്നുന്നു എനിക്ക്. ബിക്കോസ് ആണുങ്ങളുടെ കാര്യം വരുമ്പോൾ അവർ ലൈക്ക് ജനിക്കും വളർന്നു വരുമ്പോ തൊട്ടേ ലൈക്ക് ഫാമിലി ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും അവരോട് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നീ ആണാണ്, കരയരുത്, അവർക്കുണ്ട് സത്യം സത്യം. അവരാണ് സപ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു. ഇപ്പം എനിക്കറിയുന്നവരാണെങ്കിലും ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ നിന്ന് പുറത്തു വരിക, അതായത് ഇപ്പൊ ഒരു ജെൻഡർ ഇല്ല ഇമോഷൻസിന്, മനുഷ്യന്മാർക്ക് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി. അവരെ ഫ്രീ ആയിട്ട് വിടണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അവരെല്ലാ വികാരങ്ങളും പുറത്ത് കാണിക്കട്ടെ, കരയട്ടെ, ചിരിക്കട്ടെ. മറ്റേ കരച്ചില് വരുമ്പോഴത്തേക്കും കരയാൻ പാടില്ല, കരയാൻ പാടില്ല എന്നുള്ള അവരങ്ങനെ ആയിപ്പോയി. പിള്ളേരോട് പറയും, ആൺകൊച്ചുങ്ങളോടൊക്കെ പറഞ്ഞു ആൺകൊച്ചാണ് ഈ പെണ്ണുങ്ങളെ പോലെ കരയുന്നു. പക്ഷെ അത് ആക്ച്വലി ഭയങ്കര എനിക്കൊരിക്കലും പെണ്ണാണോ കരയണം, എനിക്കത് ഒരിക്കലും ഡീമീനിങ് ആയിട്ട് തോന്നിയിട്ടില്ല. അതിപ്പം എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ ഒരാൾക്ക് കരയാൻ സാധിക്കുക എന്നുള്ളത് ഭയങ്കര മനുഷ്യനാണ്, എല്ലാ ഫീലിങ്സ് ഉള്ള. മറ്റേ നമുക്ക് സ്ട്രെസ് എടുത്തിങ്ങനെ പണ്ട് ഞാനൊക്കെ ആണെങ്കിലോ ഈ ഭയങ്കര സ്ട്രെസ് ഒക്കെ എടുത്തിരിക്കുമ്പോ രാത്രി ആകുമ്പോ ഒന്ന് പൊട്ടിക്കരഞ്ഞ സമാധാനം കരഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർ വിഷയം ശരിയാവും തോന്നുന്നു. അതെ അതെ അതെ.